അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ സുറുമീസ് വ്ലോഗ്സ്. ഇന്ന് ഞാനൊരു സിമ്പിളും അടിപൊളിയായ ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ വെച്ച് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇനി അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനകത്തേക്ക് ചതച്ച ചെറിയുള്ളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടൈപ്പിലൊക്കെ മീൻകറി വെക്കാറുണ്ട്. ഒന്ന് തേങ്ങാപ്പാലും പിന്നെ തേങ്ങ അരച്ചിട്ടുള്ള കറിയാട്ട ഇന്നിപ്പോൾ കാണിക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ മീൻകറിയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, തക്കാളിയൊക്കെ ഉടഞ്ഞിട്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇനി ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയുള്ള അരപ്പ്. ഈ അരപ്പൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിനകത്തേക്ക് പിന്നെ കുറച്ച് വെള്ളം കൂടി പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ മീൻ കറി. ഏത് മീൻ വെച്ചിട്ടാണെങ്കിലും നമുക്ക് കറി റെഡിയാക്കിയെടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒരു കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാണ് കേട്ടോ. ഇത് മുറിച്ച മീനാണ്, വറ്റയാണ്. അപ്പോൾ അത് കഷ്ണങ്ങളാക്കിയതാണ്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് അരപ്പൊക്കെ ഒന്ന് തിളച്ച് മീനൊക്കെ വെന്ത് നല്ല കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മീൻ കറി വെക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് അപ്പത്തിൻ്റെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.